അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതരെ, രക്ഷിതാക്കളെ, ജനപ്രതിനിധികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രൗഢമായ രണ്ട് സംസാരങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മൾ. ഞാനധികം നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, പരാതികളും പ്രശ്നങ്ങളും പറയുന്നവരാണ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. രാവിലെ വരുന്ന പത്രങ്ങളും ചാനലുകളും ഒക്കെ പരിശോധിച്ചാൽ അതിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വിലാപങ്ങളാണ്, പരാതികളാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. നാട്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അത് മതസംഘടനകളായിരുന്നാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നാലും മറ്റു സംരംഭങ്ങളായിരുന്നാലും എല്ലാം അങ്ങനെ തന്നെ. എന്നാൽ അപൂർവം ആളുകളാണ് പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഒക്കെ ചിന്തിക്കുകയും ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സ്ഥാപനം, ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്ന ദർശനം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എല്ലാം തന്നെ ചില പരിഹാരങ്ങളാണ്. സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ്. നമ്മുടെ കുട്ടികൾ ഒരു പ്രതീക്ഷയായി ജനിച്ച് ആഗ്രഹങ്ങളായി വളർന്ന് ആശങ്കകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി ഇനി എന്തു ചെയ്യും മക്കളെ, ഏത് രൂപത്തിൽ എവിടെ പഠിപ്പിക്കും എന്ന ആശങ്കയിലാണുള്ളത്. ആ ആശങ്കക്ക് വലിയൊരു പരിഹാരമാണ് ഈ ജാമിയ അൽഹിന്ദിലൂടെ ഇന്ന് ലോകത്തിന് തന്നെ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വൈജ്ഞാനികമായ വിപ്ലവത്തിലൂടെ, മുന്നേറ്റത്തിലൂടെ മാത്രമേ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ. ഉൾക്കാഴ്ചയുള്ള, കേവലം അറിവുള്ളതല്ല, ഉൾക്കാഴ്ചയുള്ള ഒരു തലമുറയെ വളർത്തുന്നതിലൂടെ മാത്രമേ സമാധാനവും സ്വസ്ഥതയും ഉള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും അതുപോലെ തന്നെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും ഒക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പരസ്പര ബഹുമാനത്തോടുകൂടി ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിലും ഓരോരുത്തരും അറിവുള്ളവരായി മാറണം. എല്ലാത്തിനെക്കുറിച്ചും അവഗാഹമുള്ള അറിവ്, ആ അറിവ് പ്രദാനം ചെയ്യുന്ന, സംസ്കാരം പ്രദാനം ചെയ്യുന്ന ഉത്തമമായ ഒരു സ്ഥാപനം. ബഹുമാനനായ ഫൈസൽ മൗലവി ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിഷൻ കൃത്യമായി ഇതിന്റെ ആമുഖ സംസാരത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം എല്ലാവരും ആ സംസാരത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. കാരണം എല്ലാവരും മനസ്സിൽ സൂക്ഷിച്ച ഒരു സ്ഥാപനമാണ്, ഒരു സ്വപ്നമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. ഇതിനൊരുപാട് തലങ്ങളുണ്ട്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് വളരെ നേരത്തെ തന്നെ വലിയ പബ്ലിസിറ്റിയൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ ജനാവലിയും ആളുകളും ഈ സദസ്സും എല്ലാം വലിയ ചില പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. അവരുടെ മനസ്സിൽ തങ്ങി നിന്നിരുന്ന ഒരുപാട് വേദനകൾക്ക് പരിഹാരങ്ങളായ ഒരു സുദിനമെന്ന നിലക്ക് ഇതിന് ഇരട്ടി മധുരമുണ്ട്. കേവലം ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എന്ന നിലക്കല്ല, ഒരുപാട് പ്രതീക്ഷകളിലൂടെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം കാണുന്നതിന്റെ മുകുളങ്ങളായി, പുൽത്തകിടുകളായി ഇത് ഈ സ്ഥാപനം ഇവിടെ ജന്മം കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് നമുക്ക് 1000 സ്തുതികൾ അർപ്പിക്കാം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടാവണം. ആരും നമ്മെ അന്വേഷിച്ചു വരികയില്ല. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ പ്രകാശനം ചെയ്ത ദർശനം സപ്ലിമെന്റ് ഒരു പരിഹാരമാണ്. ദഅ്വാ പ്രവർത്തന രംഗത്ത് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഉൾക്കാഴ്ച നൽകുന്നതിന് വഴിയും വെളിച്ചവും വിതറുന്ന ഒരു നല്ല അമൂല്യമായ ഒരു പ്രസിദ്ധീകരണമാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2 ആഴ്ചയിലൊരിക്കലായി തൽക്കാലം അത് പുറത്തിറങ്ങും. പിന്നീട് ആഴ്ചകളിൽ തന്നെ അത് കുറച്ചുകൂടെ പേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക്
എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ, കാഴ്ചപ്പാടുകൾ അതിന്റെ പിന്നിൽ നമുക്കുണ്ട്. അതിന്റെ ആദ്യ പ്രതിയാണ് ഇന്നിവിടെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും വന്ന പ്രധാനവുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ കൗണ്ടറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് ആവശ്യമുള്ള കോപ്പികൾ അവിടെ നിന്നും പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ അത് വാങ്ങണം. അത് അവിടെ എല്ലാവരും അവിടെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ കോപ്പികൾ കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാശുകൾ ഇവിടെ കലക്ട് ചെയ്യുന്നുണ്ട്. ആ കൗണ്ടറിൽ ആ കാശുമായി വന്ന ആളുകളുണ്ടെങ്കിൽ അതും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ തൗഹീദിന്റെ രംഗത്തുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെയും മുൻനിർത്തി സച്ചരിതരായ സലഫുകളുടെ പാതയിലൂടെ ഒരിക്കലും തന്നെ ചാഞ്ചാടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് നമ്മൾ. മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി അതിനുവേണ്ടിയാണ് ഇവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. പുതിയ വെല്ലുവിളികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഏതൊരു അർത്ഥത്തിനാണോ ഏതൊരു ലക്ഷ്യത്തിനാണോ ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്, ആ പ്രബോധന പ്രവർത്തനം അതേ രൂപത്തിലും രീതിയിലും തന്നെ പ്രമാണബദ്ധമായി നിർവഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലയളവിൽ സജീവമായി ഈ കഴിഞ്ഞ 5-6 മാസത്തിൽ നമുക്കറിയാൻ സാധിക്കും. ഗംഭീരമായ രീതിയിലുള്ള വിശദീകരണ പരിപാടികളും അതുപോലെ തന്നെ ആദർശ സംവാദങ്ങളും കോഴിക്കോട് കടപ്പുറത്ത് നടത്തുന്ന ദഅ്വാ സമ്മേളനവും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടന്ന പ്രോഫ്കോണും മലപ്പുറത്ത് നടന്ന പ്രോഫ്കോണും ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി വരും ദിവസങ്ങളിലും ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കാനിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഏറ്റവും ആദ്യമായി നടക്കുന്നത് ഈ അടുത്ത ജൂലൈ മാസത്തിൽ 7-ാം തീയതി നമ്മുടെ പ്രവാസികളുടെ, അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവർത്തകന്മാരുടെ കുടുംബങ്ങളുടെ അടക്കമുള്ള ഒരു സംഗമം, ഒരു ഗൾഫ് സംഗമം, പ്രവാസി സംഗമം ജൂലൈ 7-ന് കോഴിക്കോട് വെച്ചുകൊണ്ട് അസ്മയുടെ സ്പാൻ ഓഡിറ്റോറിയത്തിൽ, സ്പാൻ ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവാസികളുടെ പ്രശ്നങ്ങളും അവരൊരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള എല്ലാ തലങ്ങളും അതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലുമൊക്കെ സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന രീതിയിലുള്ള അധ്യാപനങ്ങൾ, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, പ്രവാസികളുടെ കുടുംബത്തെ അവരുടെ പൾസിനെ പരിഗണിച്ചുകൊണ്ടുള്ള പഠന ക്ലാസുകളുമൊക്കെ പ്രമുഖരായ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാസി സമ്മേളനം കോഴിക്കോട് വെച്ച് ജൂലൈ 7-ന് നടക്കുന്നുണ്ട്. ഈ സദസ്സിലും ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പ്രവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നറിയിക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള പ്രവാസികളെ അതിലെത്തിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പഠനത്തിനും ഗവേഷണത്തിനും സാധാരണക്കാരുടെ പഠനത്തിനുമൊക്കെ വേണ്ടി നമ്മൾ സംവിധാനിച്ച ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന സംരംഭം QHLS അതിന്റെ പരീക്ഷ കഴിഞ്ഞു. അതിന്റെ ആ പരീക്ഷ കഴിഞ്ഞ ആ ആളുകൾക്കുള്ള സമ്മാനദാനവും അതോടൊപ്പം തന്നെ ഖുർആനിനെയും ഹദീസിനെയും അവഗാഹത്തോടുകൂടി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന മാധ്യമം എന്ന നിലക്ക് അതിന്റെ സംസ്ഥാനതല സംഗമം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഓഗസ്റ്റ് 25-ാം തീയതി വയനാട് വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയാണ്. ആ ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എല്ലാവരും ആ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തുടങ്ങിയ നമ്മുടെ ജാമിയ അൽ ഹിന്ദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്ഥാപനങ്ങൾ പൂർത്തിയാകുന്നത് ഏകദേശം 25 കൊല്ലങ്ങൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ വലിയ ലക്ഷ്യങ്ങളാണ് ഇതിന്റെ മുമ്പിൽ നാം കണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയോടൊപ്പം നമ്മൾ അധ്വാനിക്കണം. അതിനുവേണ്ടി എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.